everyone. Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 9th lecture of Customs Duty and Overview. In this lecture, we are discussing about special provisions regarding baggage. Chapter 11, Special Provisions regarding baggage. Section 77, Declaration by owner of baggage. The owner of any baggage shall, for the purpose of clearing it, make a declaration of its contents to the proper officer. Section 77 പറയുന്നത് ബാഗേജിൻ്റെ ഓണറുടെ ഡിക്ലറേഷൻ. ബാഗേജിൻ്റെ ഓണർ ഒരു ഡിക്ലറേഷൻ എന്താണോ ആ ബാഗേജിനകത്തുള്ള കണ്ടന്റ് എന്നുള്ള ഡിക്ലറേഷൻ വഴി പ്രോപ്പർ ഓഫീസറിനെ അറിയിക്കുക. സെക്ഷൻ 78 Determination of rate of duty and tariff valuation in respect of baggage. The rate of duty and tariff valuation, if any, applicable to baggage shall be the rate and valuation in force on the date on which the declaration is made in respect of such baggage under section 77. ബാഗേജിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ കൊടുത്ത് അന്ന് മുതലാണ് ബാഗേജിൻ്റെ റേറ്റും താരിഫ് വാല്യൂ ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സെക്ഷൻ 77 നമ്മൾ കൊടുത്ത ഡിക്ലറേഷൻ കൊടുത്ത അന്ന് മുതലുള്ള താരിഫ് വാല്യൂയും റേറ്റുമാണ് 78 എന്ത് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ആവുന്നത്. സെക്ഷൻ 79 ബോണഫൈഡ് ബാഗേജ് എക്സംപ്റ്റഡ് ഫ്രം ഡ്യൂട്ടി. ഉത്തമ വിശ്വാസമുള്ള ഒരു ബാഗേജ് ആണ് എങ്കിൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ഡ്യൂട്ടി അടയ്ക്കേണ്ട, ഡ്യൂട്ടിയിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. Any article in the baggage of a passenger or a member of the crew in respect of which the said officer is satisfied that it has been in his use for such minimum period as may be specified in the rules. പാസഞ്ചറിൻ്റെ ബാഗേജിലുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണ്, ആ ഡിക്ലറേഷനിൽ പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ റൂൾസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മിനിമം പീരീഡിൽ നമുക്കത് യൂസ് ചെയ്യാം. ബി എനി ആർട്ടിക്കിൾ ഇൻ ദ ബാഗേജ് ഓഫ് എ പാസഞ്ചർ ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ദ സെഡ് ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ദ യൂസ് ഓഫ് ദ പാസഞ്ചർ ഓർ ഹിസ് ഫാമിലി ഓർ ഇസ് എ ബോണഫൈഡ് ഗിഫ്റ്റ് ഓർ സോവനിർ provided that the value of each such article and the total value of all such articles does not exceed such limit as may be specified in the rules. പാസഞ്ചറിൻ്റെ ബാഗേജിലുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് ആ കൺസേൺഡ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണ്, അത് പാസഞ്ചറിൻ്റെ യൂസിനുള്ളതോ പാസഞ്ചറുടെ ഫാമിലിയുടെ യൂസിന് വേണ്ടിയിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു ബോണഫൈഡ് ഗിഫ്റ്റായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ഒരു സോവനറായിട്ട് കിട്ടിയതോ ഒരു സ്മാരകമായിട്ട് കിട്ടിയതോ ഒക്കെയാണ് എങ്കിൽ അതിൻ്റെ വാല്യൂ, ആ ആർട്ടിക്കിൾസിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് റൂൾസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതിൽ കൂടാൻ പാടില്ല. റൂൾസിൽ പറയുന്നതിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ബാഗേജിൻ്റെ ആർട്ടിക്കിൾസിൻ്റെ വാല്യൂ എങ്കിൽ ആ ബോണഫൈഡ് ഗിഫ്റ്റ് എക്സംപ്റ്റഡ് ഫ്രം ഡ്യൂട്ടിയാണ്. രണ്ടാമത്തത്, ദ സെൻട്രൽ ഗവൺമെൻറ് മേ മേക്ക് റൂൾസ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഔട്ട് ദ പ്രൊവിഷൻസ് ഓഫ് this section and in particular such rules may specify the minimum period of which any article has been used by a passenger or a member of the crew for the purpose of clause A subsection 1. സെൻട്രൽ ഗവൺമെൻറ് ഈ സെക്ഷനിൽ എന്തെങ്കിലും റൂൾസ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ്, ആ റൂൾസിൽ സ്പെസിഫൈ ചെയ്തതിനനുസരിച്ചാണ് ഡ്യൂട്ടിയൊക്കെ ഇമ്പോസ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് മിനിമം പീരീഡ് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പാസഞ്ചറോ ക്രൂയിലെ മെമ്പറോ മിനിമം പീരീഡിൽ ആ ബാഗേജ് യൂസ് ചെയ്യുന്നത് ക്ലോസ് എയിൽ സബ്സെക്ഷൻ 1 പ്രകാരമായിരിക്കും. രണ്ടാമത് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് എനി ഇൻഡിവിജ്വൽ ആർട്ടിക്കിൾ ആൻഡ് ദ മാക്സിമം ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ദ ആർട്ടിക്കിൾസ് വിച്ച് മേ ബി പാസ്ഡ് ഫ്രീ ഓഫ് ഡ്യൂട്ടി അണ്ടർ ക്ലോസ് ബി ഓഫ് സബ്സെക്ഷൻ 1. ഫ്രീ ഓഫ് ഡ്യൂട്ടി പറയുന്നത് ഈ സെക്ഷനിൽ ക്ലോസ് ബി ഓഫ് സെക്ഷൻ 1ലാണ്. റൂൾസിൽ നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് ആർട്ടിക്കിൾസ് ബാഗേജിൽ കൊണ്ടുപോകുന്നതിന് ഫ്രീ ഡ്യൂട്ടി കിട്ടുന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനകത്താണ് എങ്കിൽ ഫ്രീ ഓഫ് ഡ്യൂട്ടി ആയിരിക്കും, അതർവൈസ് ഇറ്റ് മേ ബി ടാക്സബിൾ. നെക്സ്റ്റ് പോയിന്റ്, ദ കണ്ടീഷൻസ് to be fulfilled before or after clearance.
subject to which any baggage may be passed free of duty. ബാഗേജിന് ഫ്രീ ഓഫ് ഡ്യൂട്ടി ആകണമെങ്കിൽ certain കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിയറൻസിന് മുന്നേ ഫുൾഫിൽ ചെയ്യേണ്ടതും ആഫ്റ്ററിൽ ഫുൾഫിൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ബാഗേജിന് മാത്രമേ ഫ്രീ ഓഫ് ഡ്യൂട്ടി കിട്ടുകയുള്ളൂ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഡിഫറെൻറ്റ് റൂൾസ് മേ ബി മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഫോർ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് പേഴ്സൺസ്. ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് റൂൾസാണ് സബ്സെക്ഷൻ പറയുന്നത്. സബ്സെക്ഷൻ 2 പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് റൂൾസിനനുസരിച്ചാണ് ക്ലാസസ് ഓഫ് പേഴ്സൺസിന് ഡ്യൂട്ടി ഈടാക്കുന്നത്. സെക്ഷൻ 80, ടെമ്പററി ഡിറ്റൻഷൻ ഓഫ് ബാഗേജ്. Where the baggage of a passenger contains any article which is dutiable or the import of which is prohibited and in respect of which a true declaration has been made under section 77. The proper officer may, at the request of the passenger, detain such article for the purpose of being returned to him on the leaving India. And if for any reason the passenger is not able to collect the article at the time of his leaving India, the article may be returned to him through any other passenger authorized by him and leaving India or as cargo consigned in his name. സെക്ഷൻ 80 പറയുന്നത് ടെമ്പററി ആയിട്ട് ബാഗേജിനെ നമ്മൾ പിടിച്ചു വെക്കുകയാണ്. പാസഞ്ചറുടെ ബാഗേജിലുള്ള ആർട്ടിക്കിൾ ഡ്യൂട്ടിയബിൾ ആയിട്ടുള്ളതാണ്, അത് ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രൊഹിബിറ്റാണ് എങ്കിൽ സെക്ഷൻ 77 പ്രകാരം ഡിക്ലറേഷൻ കൊടുത്തിട്ടുള്ള ബാഗേജ് ആണ് എങ്കിൽ പാസഞ്ചറുടെ ആ ബാഗേജിനെ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൻ ചെയ്ത് വെക്കാം. എന്നാണോ ആ പാസഞ്ചർ ഇന്ത്യയിൽ നിന്നും പോകുന്നത് അതുവരേക്കും അത് പ്രോപ്പർ ഓഫീസർ അത് ഡീറ്റെയിൻ ചെയ്ത് വയ്ക്കും. ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്.